ജേർണലിസ്റ്റിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വലിയ ആക്രമണം നടത്താൻ ഉത്തരവിട്ടാൽ പിന്നെ ഇസ്രായേലിലേക്ക് തലങ്ങും വിലങ്ങും ആക്രമണം നടത്തുക എന്നതായിരിക്കും തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. അതായത് ഈ യുദ്ധത്തിന്റെ മൂലകാരണമായ ഇസ്രായേലിനെ ഈ യുദ്ധത്തിന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രമായ ഘട്ടത്തിൽ എവിടെയും ഇറാൻ ആക്രമിച്ചിട്ടില്ല. ഇസ്രായേൽ ഈ യുദ്ധത്തിലേക്ക് കടന്നു വന്നിട്ടുമില്ല. അതിൻ്റെ അർത്ഥം ഈ ഘട്ടത്തിൽ, അതായത് ഇറാൻ ഇതുവരെ ഇല്ലാത്ത ആയുധങ്ങൾ ഉപയോഗിക്കുകയും അതിതീവ്രമായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലി യുദ്ധത്തിന്റെ ഭാഗമായാൽ ഇസ്രായേലിന് നേരെ അതിതീവ്രമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നിശബ്ദത തുടരുകയാണ് എന്നാണ് ഉയരുന്ന ഒരു വിലയിരുത്തൽ. അതോടൊപ്പം അവിടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ നെതന്യാഹു സ്ഥാനഭ്രഷ്ടനാകുമെന്ന, അഴിക്കുള്ളിലാകുമെന്ന ഭയത്തെ തുടർന്ന് അവിടെ തൻ്റെ നഷ്ടപ്പെട്ട മുഖം തിരിച്ചു പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായി കുടുംബവും താനും മക്കളും ഒന്നും കൊല്ലപ്പെടാതിരിക്കാൻ അധിക സുരക്ഷയിൽ നെതന്യാഹു കഴിയുകയാണ് എന്നും വാദമുണ്ട്. എന്തായാലും ഇറാൻ 13-ാം ദിവസമായ ഇന്നലെ ശക്തമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, പുതിയ പുതിയ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ വരുന്നു ഏറ്റവും പുതിയ വിവരം. ഹോർമൂസ് കടലിടുക്കിന് പിന്നാലെ ചെങ്കടലിലെ ബാബൽ മന്ദബിലും സ്ഥിതിഗതികൾ വഷളാകുന്നതിനൊപ്പം ബാബൽ മന്ദബ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള നീക്കങ്ങളിലേക്ക് ഇറാൻ ചുവടുവെക്കുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ യുദ്ധം കടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളമായി തന്നെ വേണം വിലയിരുത്താൻ. ഒരു വശത്ത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു. അതായത് ഇത്രയും നാൾ അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളാണ് ഇറാൻ ആക്രമിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ അതുകൊണ്ട് അമേരിക്കയ്ക്ക് കാര്യമായ ഒരു തിരിച്ചടി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത് അമേരിക്കയെ ബാധിക്കുന്നില്ല, അമേരിക്ക അത് പുല്ലുപോലെ കാണുന്നു എന്ന ഒരു സാഹചര്യം വന്നതായി ഇറാന് സംശയമുണ്ട്. അപ്പം അതുകൊണ്ട് കൂടുതൽ പ്രഹരശേഷിയിൽ അമേരിക്കയ്ക്ക് നോവുന്ന വിധത്തിൽ ആക്രമിക്കുക എന്ന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ആദ്യത്തെ സ്റ്റെപ്പായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളത് ഇറാൻ സ്ഥിരീകരിക്കുന്നത്. അതോടൊപ്പം ഈ ഇസ്രായേലിലേക്ക് കനത്ത ആക്രമണം നടത്തുന്ന അതേ സമയത്ത് തന്നെ ചെങ്കടൽ കൂടി അടച്ച്, ബാബൽ മന്ദബ് കടലെടുക്ക് അടച്ച്, സൂയസ് കനാലിലേക്കുള്ള പ്രവേശനം ഇല്ലാതാക്കി കപ്പൽ ഗതാഗതത്തെ ആഗോളതലത്തിൽ താറുമാറാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക്, കടുത്ത നീക്കത്തിലേക്ക് ഇറാൻ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം തന്നെ ആഗോളവില ബാരലിന് $100 കടന്ന് കുതിക്കുകയാണ്. അതിനിടയിലാണ് ട്രംപിൻ്റെ പുതിയ ഭീഷണി കഴിഞ്ഞ ദിവസം വരുന്നത്. ട്രംപ് പറയുന്നത് എന്താണ്? വീണ്ടും കനത്ത പ്രഹരം ഇറാൻ ഉണ്ടാകും, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിതീവ്രമായ ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുമെന്നാണ് അതിൽ പറയുന്നത്. ഇറാനിൽ വലിയൊരു ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നു എന്ന് ട്രംപ് പറയുന്നു എന്ന് ആക്സിയോസ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇറാന് വലിയ പ്രകോപനമാണ്. ട്രംപ് വീണ്ടും വീണ്ടും ഇറാനെ വില കുറച്ച് കാണുന്നു, അല്ലെങ്കിൽ ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ കൊണ്ട് ട്രംപ് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുന്നില്ല. ട്രംപ് വീണ്ടും വീണ്ടും ശക്തമായ ഭാഷയിൽ ഇറാനെ കടന്നാക്രമിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇറാൻ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അതിന് മുന്നോടിയായി ആദ്യം ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുക, ഒപ്പം ഈ ഹോർമൂസ് കടലിടുക്കിന് പിന്നാലെ ഈ ചെങ്കടലും അടയ്ക്കുക എന്ന നിർണായകമായ നീക്കത്തിലേക്ക് ഇറാനും പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഹോർമൂസ് കടലെടുക്ക് ഇത്രയും നാളായിട്ട് ഇറാന്റെ അണ്ടറിൽ തന്നെയാണ്. അമേരിക്ക പലതവണ അത് തുറക്കാൻ ശ്രമിച്ചിട്ടും അതിൻ്റെ 7 അയലത്ത് പോലും എത്താൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ് ഹൂത്തികൾ ചെങ്കടൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയും. കാരണം അമേരിക്ക ഇതിനു മുമ്പ് ഹൂത്തികൾ ചെങ്കടൽ ബ്ലോക്ക് ചെയ്ത സമയത്ത് അവിടെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹൂത്തികളെ തകർത്തുകൊണ്ട് ഈ മേഖലയിലൂടെ കപ്പലുകൾ കടത്തിവിടാനുള്ള നിരവധി സായുധമായ നീക്കങ്ങൾ അന്ന് അമേരിക്ക ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അതെല്ലാം ഹൂത്തികൾ തകർത്തു തരിപ്പണമാക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മേഖല അടച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ യമനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂത്തി വിമതർ ചെങ്കടലിലെ 2 സൗദി എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലാണ്. അതിനുശേഷമാണ് നിർണായകമായ പ്രസ്താവനകൾ പുറത്തു വരുന്നത്. ഇനിയുള്ള ഹൂത്തി ആക്രമണങ്ങളെ ഇറാൻ നടത്തുന്ന ആക്രമണമായി തന്നെ കണക്കാക്കുമെന്ന് ട്രംപ് വെല്ലുവിളിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കണക്കാക്കിക്കോളൂ, എന്തായാലും നിങ്ങൾ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു, സ്വാഭാവികമായിട്ടും അതിനൊരു അറുതി വരുന്നില്ല, അങ്ങനെയെങ്കിൽ ഇനി ഹൂത്തികൾ കൂടി നിങ്ങളെ ആക്രമിക്കും,
നിങ്ങളെ വേദനിപ്പിക്കും, അമേരിക്കൻ കപ്പലുകൾ തച്ചു തകർക്കും, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ കപ്പലുകളും തച്ചു തകർക്കും, ഇസ്രായേലിലേക്ക് വലിയ ആക്രമണം നടക്കും. നോക്കുക, യുദ്ധം വ്യാപിക്കുകയാണ് എന്നതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നോക്കണം, ഇത്രയും നാൾ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇറാൻ തിരിച്ചടി കൊടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ അമേരിക്ക എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇറാൻ അതിന് തത്തുല്യമായ തിരിച്ചടികൾ സമാനമായ മേഖലയിൽ കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഇറാൻ തന്നെ മുന്നിട്ടിറങ്ങുകയാണ്. അമേരിക്കയെ പാഠം പഠിപ്പിക്കണം, ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കണം, ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയിക്കണം, ഞങ്ങളുടെ ഭാഗം ജയിക്കണം, ഹോർമൂസ് പൂർണ്ണമായി ഞങ്ങളുടെ കാൽക്കീഴിലേക്ക് വരണം, അവിടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നെ തീരുമാനിക്കണം എന്നതിനപ്പുറം ഇതുവരെ ഉണ്ടായിരുന്ന ഉപരോധങ്ങൾ മുഴുവൻ അവസാനിക്കണം, ഞങ്ങൾക്ക് സ്വതന്ത്രമായി വ്യവസായം വ്യാപാരം നടത്താൻ കഴിയണം, ഞങ്ങളുടെ ബിസിനസ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ നിരവധി ലക്ഷ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ശക്തമായ നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ ഇറാൻ കടക്കുന്നത്. അതായത് ഇത്രയും നാൾ അമേരിക്ക എങ്ങനെയാണോ ഇറാനെ കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അമേരിക്കയുടെ ലാഭത്തിന് വേണ്ടി, അമേരിക്കയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയാണോ ഇറാന് നേരെ അമേരിക്ക ആക്രമണങ്ങൾ നടത്തിയത്, അതുപോലെ ലോകത്ത് മുഴുവൻ പറ്റാവുന്നിടങ്ങളിലൊക്കെ ആക്രമിക്കുക, അതും ഇസ്രായേലിനെ ശക്തമായി കടന്നാക്രമിക്കുക, അതിനുശേഷം ഈ പറയുന്ന ചെങ്കടൽ അടയ്ക്കുക, അതുവഴി ലോകത്തെ കപ്പൽ ഗതാഗതം മുഴുവൻ പ്രതിസന്ധിയിലാക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇറാൻ കടക്കുകയാണ്. ഇതോടുകൂടി തന്നെ ലോകരാജ്യങ്ങൾ വലിയ തോതിൽ ഭയന്നിട്ടുണ്ട്. ചെങ്കടലിൽ നിന്ന് 2 നാവിക കപ്പലുകൾ പിൻവലിക്കാൻ ഇപ്പോൾ ജർമ്മനി നടപടി തുടങ്ങിയിട്ടുണ്ട്. ഇറാനിൽ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ബ്രിട്ടൻ താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മേഖലയിലെ അമേരിക്കൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതികാര നടപടികളുടെ ഭയം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിലെ നഗരങ്ങളിൽ ബോംബ് ഷെൽട്ടറുകൾ വീണ്ടും തുറന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക്, അല്ലെങ്കിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഈ യുദ്ധം പോകുന്നു എന്നതിൻ്റെ പ്രകടമായ അടയാളങ്ങൾ ഈ മണിക്കൂറുകൾ മുതൽ, അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ പ്രകടമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം യുദ്ധത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്ന ഇറാനും വലിയ തോതിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യവും നമ്മൾ കാണാതിരുന്നുകൂടാ. റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹൂത്തികളെ സഹായിക്കാനുള്ള വലിയ നീക്കങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട്. അതിനായി IRGC ഉദ്യോഗസ്ഥരെയും ഡ്രോൺ ഘടകങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ഉപകരണങ്ങളെയും ഇറാൻ യമനിലേക്ക് അയക്കുന്നുണ്ട്. ഇത് ചെങ്കടലിലെ ഹൂത്തികളുടെ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഹൂത്തികളുടെ നേതൃത്വത്തിൽ ചെങ്കടലിൽ ഒരു വലിയ ആക്രമണം ഉണ്ടാകാൻ പോകുന്നു. ഹൂത്തികൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ ഉതകുന്നതിന് വേണ്ടതെല്ലാം ഇറാൻ നേരത്തെ തന്നെ യമനിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം വിവിധ രാജ്യങ്ങൾ വരാൻ പോകുന്ന വലിയ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഇറാനിൽ നിന്ന് പിന്മാറുന്നു. അതുപോലെ ചെങ്കടലിൽ നിന്ന് കപ്പലുകൾ പിൻവാങ്ങുന്നു. ഇനി കപ്പലുകൾ ആ വഴി പോകാതിരിക്കാനുള്ള നടപടികൾ ഒരു വശത്ത് പല രാജ്യങ്ങളും ആരംഭിക്കുന്നു. അങ്ങനെ ഈ യുദ്ധം അതിൻ്റെ ഏറ്റവും തീവ്രമായ, അപകടകരമായ, എന്നാൽ വ്യാപൃതമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന നിലയിലാണ് ചർച്ചകളും നടക്കുന്നത്. മധ്യസ്ഥ ചർച്ചകൾ എവിടെയും നടക്കുന്നില്ല. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും ആരും തയ്യാറല്ല. എല്ലാവരും യുദ്ധം ചെയ്യണം, ആക്രമണം വർദ്ധിക്കണം, അല്ലെങ്കിൽ എതിരാളികൾക്ക് നാശമുണ്ടാക്കണം എന്നൊരൊറ്റ നിലപാടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി യുദ്ധം അവസാനിക്കാനുള്ള സകല പ്രതീക്ഷകളും തകിടം മറിയുകയാണ് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇറാനും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും പശ്ചിമേഷ്യയ്ക്കും മൊത്തത്തിലും വലിയ പ്രഹരം, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.